ഗൈസ്, എന്റെ പേര് ഹബീബ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ആരാധകൻ ഉണ്ടായിരുന്നല്ലോ. പ്രീമിയർ ലീഗിൽ 5 മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിക്കാതെ അദ്ദേഹത്തിന് മുടി വെട്ടില്ല എന്ന് പറയുന്നൊരു തീരുമാനം എടുത്തത്. എനിക്ക് എന്റെ ഫേവറേറ്റ് ക്ലബ്ബും അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴേ ഞാൻ മുടി വെട്ടുള്ളൂ എന്നൊക്കെ ചലഞ്ച് എടുത്താലോ എന്ന് വിചാരിച്ചിരുന്നു. ഹെയർ ഫാൾ കുറച്ച് പ്രശ്നങ്ങളാണ്, അങ്ങനെ വളർത്തി അവസാനം ഉള്ള ഹെയർ കൂടെല്ലാം പോകുമെന്ന് പറയാൻ അങ്ങനെ കോൺസ്പിറസി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ക്യൂട്ടീസ് ഇന്റർനാഷണലാണ്. ഹെയർ ലൈൻ കറക്ഷൻ ഒന്ന് ചെയ്യണം. ക്യൂട്ടീസിനെ പറ്റി അറിയുന്നത് ലേറ്റസ്റ്റ് നമ്മുടെ കാർത്തിക് സൂര്യ ഹെയർ ട്രാൻസ്പ്ലാന്റ് നടത്തി. അപ്പോൾ നല്ല റിസൾട്ട് കണ്ടു. എനിക്കും ഈ ഒരു സംഭവം ഒന്ന് ചെയ്യണമെന്ന് തോന്നി. കാരണം ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ലുക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. എന്താണെങ്കിലും ഇന്നാണ് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഒരു മെയിൽ പാറ്റേൺ സ്കിൻ കവറിംഗ് സ്കാൽപ്പിലേക്ക് വരുന്ന ഒരു ടിപ്പിക്കൽ മെയിൽ പാറ്റേൺ പോലെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ ലോകത്ത് എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുടി വരുത്താൻ പറ്റും. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ബോറിംഗ് പ്രൊസീജിയർ, ഇതിലേക്ക് ഒരു പ്രീമിയം, എന്നാലും നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ, ചെറിയൊരു അറേഞ്ച്മെന്റ് എന്നുള്ളൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് പോലെ തന്നെ ആയിരുന്നു. ആരും ഇതിന് ഒരുപാട് നെഗറ്റീവ് ആയിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും ഓപ്പൺ ആയിട്ട്, എല്ലാ സെലിബ്രിറ്റീസും ഓപ്പൺ ആയിട്ട് പറയാനുള്ള റീസൺ ഒരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ലോങ് പ്രൊസീജിയർ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എനിക്ക് കുറച്ചൊരു പേടിയോടുകൂടിയാണ് ഇതിലോട്ട് എത്തുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പൾസ് റേറ്റ് ഒക്കെ കുറച്ച് കൂടിയിരുന്നു. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞ് ഇത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതൊക്കെ നോർമലായിട്ടുണ്ടായിരുന്നു. എനിവേ ഒരു വിചാരിച്ച അത്ര അങ്ങനെ പെയിൻ ഒന്നും ഇല്ലായിരുന്നു. ഒരു ലോങ് പ്രോസസ് ആണെങ്കിലും നമുക്ക് വേണ്ട ബ്രേക്ക് ഒക്കെ എടുത്ത് അങ്ങനെയുള്ള രീതിയിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇപ്പം ഓരോ ഇത് ചെയ്യുമ്പോഴും നമ്മളുടെ അടുത്ത് ചോദിച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് അങ്ങനെ പേടിക്കേണ്ട സംഭവമൊന്നും അല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ക്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞതുപോലത്തെ ഒരു ചാലഞ്ച്, നമ്മുടെ ഫുട്ബോൾ ക്ലബ്ബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചലഞ്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഹെയർ ഇപ്പം സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പം വരുന്ന ആഴ്ചകൾ മാസങ്ങളിലൂടെ നിങ്ങൾക്കും അറിയാൻ പറ്റും എൻ്റെ ഒരു ചേഞ്ച് എത്രത്തോളം ആണെന്നുള്ളത്.